ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അയർലൻഡിലെ മേയോ കൗണ്ടിയിലെ ബെല്ലികാസിൽ ഗ്രാമത്തിനടുത്തുള്ള ഡൗൺ പാട്രിക് ഹെഡിൻ്റെ കഥയും ചരിത്രവുമാണ്. ഇത് ഡബ്ലിൻ വേ ചാനൽ. ഞാൻ ബബ്ലു. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ സന്ദർശിക്കുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. കലണ്ടറിൻ്റെ താളുകളിലും നോട്ട്ബുക്കിൻ്റെ പുറംചട്ടയിലും കണ്ടുമറന്ന സ്ഥലങ്ങളെപ്പോലെ തോന്നിപ്പിക്കുന്ന മനോഹരമായിട്ടുള്ള പ്രകൃതിയുള്ള സ്ഥലമാണ് ഡൗൺ പാട്രിക്. ചില ഫാൻറ്റസി കഥകൾ, ചില നോവലുകൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ മനസ്സിൽ രൂപപ്പെടുത്തിയെടുക്കുന്ന മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അത്തരം സ്ഥലങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ കുറേയധികം കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ കഴിയും. കുഞ്ഞിപ്പെണ്ണിനും മാമിക്കുമൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. എനിക്കും. വൈൽഡ് അറ്റ്ലാന്റിക്കിൻ്റെ മുഴുവൻ രൗദ്രഭാവവും ഡൗൺ പാട്രിക്കിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയിൽ നമുക്ക് ദർശിക്കാനാവും. ഓരോ കാലാവസ്ഥയിലും ഓരോ രീതിയിലാണ് ഇവിടുത്തെ സൗന്ദര്യം നമുക്ക് ദർശിക്കാനാവുക. സ്പ്രിംഗ് സീസണിലും ഓട്ടം സീസണിലും വിൻ്ററിലും സമ്മറിലും നമ്മളിവിടെ സന്ദർശിക്കുകയാണെങ്കിൽ ജലത്തിൻ്റെ നിറം പോലും മാറി വ്യത്യസ്തപരമായിട്ട് കാണാൻ കഴിയും. ചില സമയങ്ങളിൽ നീല നിറത്തിലായിരിക്കും, ചിലപ്പോൾ എമറാൾഡിൻ്റെ നിറത്തിലായിരിക്കും. അയർലൻഡിലുള്ള ആൾക്കാർ ഇതുവരെ ഈ ഡൗൺ പാട്രിക് ഹെഡിൽ, മയോയിലെ ഡൗൺ പാട്രിക് ഹെഡിൽ പോവാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവിടെ പോയി കാണുക തന്നെ വേണം. ഇതുപോലെ യാത്രകൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ എപ്പോഴെങ്കിലും അയർലൻഡിൽ വരികയാണെങ്കിൽ ഇവിടേക്ക് യാത്ര ചെയ്ത് ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അവിടെ എല്ലാം പോയി കാണുക. ഉഷ്ണമേഖലാ കാലാവസ്ഥയിൽ ഭൂമധ്യരേഖയുടെ തെക്ക് ഭാഗത്ത് അയർലൻഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൻ്റെ കഥയാണ് പാറക്കെട്ടുകളിലെ അവശിഷ്ട പാളികളുടെ കഥകൾ പറയുന്നത്. ഡൗൺ പാട്രിക്കിൻ്റെ കഥയിലൂടെയും ചരിത്രത്തിലൂടെയും ഇത്തിരി നേരം നമുക്ക് സഞ്ചരിക്കാം. മയോ കൗണ്ടിയിലെ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയപ്പോഴാണ് ബെല്ലികാസിൽ നിന്ന് അകലെയല്ലാതെയുള്ള ഡൗൺ പാട്രിക് ഹെഡിലേക്ക് പോകാൻ അവസരം കിട്ടിയത്. വളരെ നന്നായിട്ട് കടൽക്കാറ്റ് വീശുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തണുപ്പും അനുഭവപ്പെടുന്നുണ്ട് ഇവിടെ. സ്റ്റാക്സ് ഓഫ് ബ്രോഡവൻ എന്ന പേരുള്ള ഒരു ചെറിയ ദ്വീപസമൂഹവും നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നതാണ്. ഏത് ടൂറിസ്റ്റ് സ്പോട്ടിൽ പോകുമ്പോഴും ഇതുപോലുള്ളൊരു മാപ്പ് പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടേക്കുള്ള യാത്ര വളരെയധികം സുഗമമാക്കാനും പറ്റും. മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ എക്സ്പീലിയൻ 2000-ലുമൊക്കെ ഡെസ്ക്ടോപ്പ് വാൾപേപ്പറായിട്ട് യൂസ് ചെയ്തിരുന്ന ആകാശവും അതുപോലെ തന്നെ പച്ച പുൽത്തകടിയുള്ള ഒരു സ്ഥലവും ഒക്കെയുള്ള ഒരു പിക്ചർ ഉണ്ടായിരുന്നു. ആ വാൾപേപ്പറിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു സ്ഥലവും എനിക്ക് തോന്നിയത്. നല്ല രീതിയിൽ കാറ്റ് വീശുന്നതുകൊണ്ട് തന്നെ തിരമാലകൾ കൽഭിത്തികളിൽ അടിച്ച് പാലുപോലെ നുരഞ്ഞു പറയുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചയും നമുക്കിവിടെ വന്നാൽ കാണാൻ കഴിയും. ഇങ്ങനെ വളരെയധികം ശക്തിയിൽ തിരമാലകൾ അടിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഭൂഗർഭ അറയിലൂടെ ദ്വീപിൻ്റെ ഉള്ളിലേക്ക് കടൽ വെള്ളം വരികയും ഒരു തോടുപോലെ ഒലിച്ചു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഭൂഗർഭ ചാനലിനോട് അനുബന്ധിച്ച് തന്നെ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ പോൾന സീൻ റൈൻ എന്ന് പറയുന്ന വലിയൊരു ബ്ലോ ഹോളും നമുക്ക് കാണാൻ കഴിയും. പണ്ട് 1798 ഇവിടെ നടന്നിട്ടുള്ള ഒരു കലാപവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇതിനൊരു ചരിത്രം പറയാനുണ്ട്. 10-25ഓളം ഐറിഷുകാർക്കും ഫ്രഞ്ച് പട്ടാളക്കാർക്കൊക്കെ ജീവൻ നഷ്ടപ്പെട്ട ഒരു സ്ഥലം കൂടിയാണത്. ഈ ഒരു ഹോളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ കടലിലേക്കാണ് എത്തിച്ചേരുന്നത്. അവിടെ നമ്മൾക്ക് നേരത്തെ കണ്ട കടൽ സ്തൂപത്തിൻ്റെ ഒരു ഭാഗത്താണ് നമ്മൾ ഇതിലൂടെ പോയി കഴിഞ്ഞാൽ എത്തിച്ചേരാൻ പറ്റുക. ഈ ഒരു ബ്ലോ ഹോളിലേക്ക് നേരിട്ട് നടന്ന് കയറാനായിട്ട് അനുവാദമില്ല. ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത് ഡ്രോൺ ഉപയോഗിച്ചിട്ടാണ്. ഈ ഒരു ബ്ലോ ഹോളിലൂടെ ഉള്ളിലേക്ക് പോകുമ്പോൾ പ്രകൃതി നിർമ്മിതമായ ഈ ഒരു തുരങ്കത്തിലൂടെ കടലിലേക്ക് നേരിട്ട് നമുക്ക് പോകാൻ കഴിയും. മനോഹരമായിട്ടുള്ള ഉൾക്കടലിലേക്കുള്ള ഒരു കാഴ്ചയാണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുക. ഉയരമുള്ള മനോഹരമായ അപകടം പിടിച്ച ഒരുപാട് ക്ലിഫുകളുള്ള ഒരു രാജ്യമാണ് അയർലൻഡ്. ഇവിടെ അതിലേറെ അപകടം പിടിച്ച ക്ലിഫ് ഡൈവിങ്ങുകളും നടത്താറുണ്ട്.
ഹോൾനെസ് ഇൻ എന്ന ഐറിഷ് വാക്കിൻ്റെ അർത്ഥം ഹോൾ ഓഫ് ദ ഓൾഡ് ഫയർ എന്നാണ്. വളരെ ദൂരെ നിന്ന് നോക്കിയാൽ അടുപ്പ് കൂട്ടിയതുപോലെയാണ് നമ്മൾക്ക് ഈ ഒരു ഭാഗം കാണാൻ കഴിയുക. ഡോൺ പാട്രിക് ഹെഡിൻ്റെ കഥയും ചരിത്രവും ആലേഖനം ചെയ്തിരിക്കുന്ന ഒരു കുഞ്ഞു മുറിയും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ കുഞ്ഞു മുറിക്ക് മുകളിൽ നിന്നുകൊണ്ട് ഡോൺ പാട്രിക്കിൻ്റെ പൂർണ്ണമായിട്ടുള്ള കാഴ്ചകൾ കാണാനുള്ള സൗകര്യവും ഒരുക്കി വെച്ചിട്ടുണ്ട്. അയർലൻഡിൻ്റെ ഓരോ ഇടങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഓരോ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും അവിടുത്തെ കഥകളിൽ സെൻറ്റ് പാട്രിക്കിനെ കുറിച്ചുള്ള ഫോക്ലോറുകൾ നിർബന്ധമായിട്ടും ഉണ്ടാവും. ആരായിരുന്നു സെൻറ്റ് പാട്രിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാനാണെങ്കിൽ 5-ാം നൂറ്റാണ്ടിൽ അയർലൻഡിലേക്ക് വരികയും ഇവിടെ ക്രിസ്തുമതം സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ദിവ്യനായിരുന്നു സെൻറ്റ് പാട്രിക്. അദ്ദേഹത്തിൻ്റെ കഥയും അയർലൻഡിൻ്റെ ചരിത്രവും ഒന്നു തന്നെയാണ് എന്ന് നമുക്ക് എപ്പോഴും തോന്നിപ്പോകും. സെൻറ്റ് പാട്രിക് തന്നെ ഇവിടെ ഒരു പള്ളി സ്ഥാപിച്ച കാലഘട്ടത്തിൽ നിന്നാണ് ഈ ഡോൺ പാട്രിക് എന്ന പേര് തന്നെ ലഭിച്ചത്. ഈ ഒരു ചെറിയ ഉപദ്വീപിൽ, അങ്ങനെ വേണം നമുക്ക് പറയാനായിട്ട്. ദ്വീപെന്ന് പറയാൻ കഴിയില്ല, ഒരു ഉപദ്വീപാണ്. കാരണം അതിൻ്റെ ഒരു മുനമ്പ് പോലെ സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ. ഇപ്പോഴും ആ ഒരു പള്ളിക്കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ, ഒരു കൽക്കുരിശ്, ഒരു വിശുദ്ധ കിണർ എല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും. ഇപ്പോഴും ഈ സ്ഥലത്ത് കുർബാന കേൾക്കാനായിട്ട് ജനക്കൂട്ടം എത്തിച്ചേരാറുണ്ട്. ജൂലൈയിലെ അവസാനത്തെ ഞായറാഴ്ചയിൽ. അതിൻ്റെ പേര് തന്നെ അറിയപ്പെടുന്നത് ഗാർലൻഡ് സൺഡേ എന്നാണ്. ഒരു പഴയ പ്രാദേശിക ഐതിഹ്യം അനുസരിച്ചിട്ട് ക്രോംദുബ് എന്നൊരു ഡ്രൂയിഡ് തലവൻ ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ക്രിസ്തുമതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യാനായിട്ട് വിസമ്മതിക്കുകയും ഈ ഒരു സെൻറ്റ് പാട്രിക്കിനെതിരെ അദ്ദേഹം സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹത്തിനെ പേടിപ്പിക്കാനും, ഈ ഒരു ക്രോംദുബിനെ പേടിപ്പിക്കാനും, സെൻറ്റ് പാട്രിക്കിൻ്റെ ശക്തി മനസ്സിലാക്കിക്കാനുമായിട്ട് സെൻറ്റ് പാട്രിക്ക് തൻ്റെ വടി നിലത്തടിച്ച സമയത്ത് ഈ ഒരു സ്ഥലം 2ആയിട്ട് മാറുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ മാറിപ്പോയ ആ ഒരു ഭാഗമാണ് നമ്മൾ നേരത്തെ കണ്ട ഒരു കൽത്തൂണ്. അതിന് ഡൺബ്രിസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ദ ബ്രോക്കൺ ഫോർട്ട് എന്നാണ് ഇംഗ്ലീഷിൽ അതിന് പറയുന്നത്. തകർന്ന ഒരു കോട്ട എന്ന പേരിലാണ് എപ്പോഴും അറിയപ്പെടുന്നത്. 45 മീറ്റർ ഉയരത്തിൽ കടലിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ആ കൽത്തൂണ് പ്രകൃതിയുടെ മനോഹരമായിട്ടുള്ള ശില്പചാരുത്യം വിളിച്ചൊന്ന് ഒന്ന് തന്നെയാണ്. ഡൺബ്രിസ്റ്റെക്കുറിച്ചുള്ള ഐതിഹ്യം നമ്മൾ കേട്ടതാണെങ്കിലും ചരിത്രം മറ്റൊന്നാണ്. 1393 മെയിൻലാൻഡിൽ നിന്നും വേർപെട്ട് പോയതാണ് ഈ ഒരു ഡൺബ്രിസ്റ്റ്. ഇതിനിടയിലുണ്ടായിരുന്ന ഭാഗം പ്രക്ഷുബ്ധമായിട്ടുള്ള കടൽ സാഹചര്യങ്ങൾ മൂലം തകർന്ന കടലിലേക്ക് തന്നെ വീഴുകയും ഇത് 2ആയിട്ട് മാറുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. ഈ ഒരു ക്ലിഫിന് മുകളിൽ നമ്മൾ നിൽക്കുമ്പോൾ തറയിൽ ചവിട്ടുന്ന സമയത്ത് പതപതത്ത ഒരു മെത്ത പോലെയാണ് ഇവിടുത്തെ പുൽത്തകിടി നമുക്ക് കാണാൻ കഴിയുന്നത്. തലമുറകളായി ഈ ഒരു കടൽ ഭാഗത്ത് അധിവസിക്കുന്ന ഒരുപാടധികം കടൽ പക്ഷിക്കൂട്ടങ്ങളെ നമ്മൾക്ക് കാണാൻ കഴിയും. നൂറ്റാണ്ടുകളിലൂടെ അതിവേഗം മുന്നേറുകയും 2ാം ലോക മഹായുദ്ധ സമയത്ത് ഡോൺ പാട്രിക് ഹെഡ് ഒരു ലുക്കൌട്ട് പോസ്റ്റായി മാറുകയും ചെയ്തു. അയർലൻഡിന് മുകളിലൂടെ പറക്കുകയായിരുന്നുവെന്ന് പൈലറ്റുമാരെ അറിയിക്കാൻ കല്ലുകൊണ്ട് നിർമ്മിച്ച ശിലാ കെട്ടിടവും അതുപോലെ തന്നെ EIRE 64 എന്ന ഏരിയൽ മാർക്കറും കാണാൻ കഴിയും. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടം. ലൂത്തിലെ ബെല്ലഗൻ ഹെഡ് മുതൽ ഡൊനഗലിലെ ഇൻഷോവൻ ഹെഡ് വരെ തീരത്തിന് ചുറ്റുമുള്ള തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ മൊത്തം 83 ലുക്കൌട്ട് പോസ്റ്റുകളാണ് നിർമ്മിച്ചിട്ടുള്ളത്. മൊത്തത്തിൽ ഈ ചെറു കുടിലുകളിൽ 83 എണ്ണം കടലുകൾ നിരീക്ഷിക്കുന്നതിനും ആർമി ഇൻ്റലിജൻസ് ആസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നതിനും പ്രത്യേകിച്ച് മൃതദേഹങ്ങൾ വീണ്ടെടുക്കുന്നതിനുമായിട്ടാണ് സ്ഥാപിച്ചിരുന്നത്. അടിയന്തരാവസ്ഥ എന്ന് വിളിക്കപ്പെടുന്ന സമയത്ത് ഐറിഷ് സർക്കാർ രാജ്യത്തിൻ്റെ നിഷ്പക്ഷത സംരക്ഷിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുകയും ചെയ്തു. 8 മുതൽ 12 മണിക്കൂർ വരെ ഷിഫ്റ്റുകളിലായി 2 പേരടങ്ങുന്ന സംഘങ്ങളായി തീരദേശ നിരീക്ഷകർ രാപ്പകൽ മുഴുവൻ പ്രവർത്തിച്ചു. അവരുടെ LOPകളുടെ പരിസരത്ത് കടലിലും വായുവിലും നിരീക്ഷിക്കപ്പെടുന്ന എല്ലാ സൈനിക പ്രവർത്തനങ്ങളും അവർക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു. യുദ്ധാനന്തരം ഈ പോസ്റ്റുകൾ അടച്ചുപൂട്ടി ഇന്ന് ഭൂരിഭാഗവും തകർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലാണ്. ഡോൺ പാട്രിക് ഹെഡിലെ ഈ പറയുന്ന EIR നമ്പർ 64 അതിനോടൊപ്പം തന്നെ അടയാളവും ഈ അടുത്ത കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അവർ മനോഹരമായിട്ട് പുനഃസ്ഥാപിച്ചു. 2ാം ലോക മഹായുദ്ധം 1939 മുതൽ 1945 വരെയുള്ള കാലഘട്ടത്തിൽ ആഗോളതലത്തിലാണ് സഖ്യകക്ഷികളും അച്ചുതണ്ട് ശക്തികളും തമ്മിൽ നടന്നത്. നാളിതുവരെ മനുഷ്യചരിത്രം കണ്ട ഏറ്റവും ഭീകരമായിട്ടുള്ള ഈ ഒരു പോരാട്ടത്തിൽ 72 ദശലക്ഷം ആൾക്കാരാണ് മരിച്ചത്.
അതിൽ തന്നെ 24 ദശലക്ഷം ആൾക്കാർ പട്ടാളക്കാരും മാത്രമായിരുന്നു. രാജ്യങ്ങൾ തമ്മിൽ ഭൂഗോളത്തിൻ്റെ നാനാദിക്കിലുമായിട്ട് നടന്ന ഈ ഒരു യുദ്ധത്തിൽ അമേരിക്ക, സോവിയറ്റ് യൂണിയൻ, ചൈന, ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളാണ് സഖ്യകക്ഷികൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇവർ ജർമ്മനി, ജപ്പാൻ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ നേതൃത്വം നൽകിയ അച്ചുതണ്ട് ശക്തികളെ പരാജയപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ യുദ്ധവും യുദ്ധക്കെടുതികളും അവിടെ കൊണ്ട് തീരുന്നില്ല. ഇപ്പോഴും ഭവിഷ്യത്ത് ലോകത്തിൻ്റെ പല ഭാഗത്തിലുള്ള ആളുകൾ സഹിച്ചുകൊണ്ടേയിരിക്കുന്നു. യുദ്ധങ്ങൾ വരുത്തിവെക്കുന്നത് എപ്പോഴും നഷ്ടങ്ങളുടെ കൂമ്പാരം മാത്രമാണ്. പക്ഷേ ലോകത്ത് യുദ്ധമൊഴിഞ്ഞ സമയം ഉണ്ടായിട്ടേയില്ല. എപ്പോഴും എവിടെയെങ്കിലും യുദ്ധങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ഈ യുദ്ധങ്ങൾ സൃഷ്ടിക്കുന്നത് ഭീകരമായിട്ടുള്ള ഭക്ഷ്യക്ഷമമാണ്. ഇന്നും ലോകം ഒരു യുദ്ധത്തിൻ്റെ ഭീതിയിലാണ്. റഷ്യ യുക്രൈൻ യുദ്ധം അത് അതിഭീകരമായിട്ടുള്ള ഭക്ഷ്യക്ഷമമാണ് സൃഷ്ടിക്കുന്നത്. എന്നും യുദ്ധങ്ങളും ആഭ്യന്തര കലഹങ്ങളും നടക്കുന്ന ഈ ലോകത്ത് എന്താണ് റഷ്യൻ യുക്രൈൻ യുദ്ധത്തിൻ്റെ പ്രത്യേകത എന്നറിയാവും? കാരണം ഒന്ന് മാത്രമാണ്. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം റഷ്യയും പാശ്ചാത്യ ശക്തികളും തമ്മിൽ നേരിട്ടല്ലെങ്കിൽ പോലും യുദ്ധസമാനമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല, കാരണം ലോകത്തിൻ്റെ ഭക്ഷ്യധാന്യങ്ങളുടെ കലവറയായ 2 രാജ്യങ്ങൾ തമ്മിലാണ് യുദ്ധം എന്നതാണ് ആഗോളതലത്തിൽ ഇതിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കാനുള്ള കാരണം. യുദ്ധങ്ങളും സംഘർഷങ്ങളും ഇല്ലാത്തൊരു ലോകം സ്വപ്നം കണ്ടുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയറും ചെയ്യണം. അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക.